കേരളത്തിൻ്റെ സർവ്വമേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ളൊരു ബഡ്ജറ്റാണ്. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികാര മനോഭാവം, അതിൻ്റെ ഭാഗമായി കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം ലഭ്യമാകാതെ കേരളമാകെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലെ ബഡ്ജറ്റാണ്. ഇങ്ങനെ എല്ലാമുള്ള കേന്ദ്ര നിലപാടുണ്ടെങ്കിൽ പോലും കേരളത്തിൻ്റെ ഇന്ന് മുന്നോട്ട് വച്ചിട്ടുള്ള, കഴിഞ്ഞ പിണറായി ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഒരു വികസന കാഴ്ചപ്പാട്, ആ വികസന കാഴ്ചപ്പാട് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതും ജനക്ഷേമകരവും ജനതാൽപര്യം സംരക്ഷിക്കുന്നതുമായ ഒരു ബഡ്ജറ്റാണ്. പ്രത്യേകിച്ച് ജനങ്ങളുടെ മേലെ ബാധ്യതകളൊന്നും അടിച്ചേൽപ്പിക്കാതെ, ഒരു ബുദ്ധിമുട്ടുകളും ജനങ്ങൾക്കുണ്ടാകാതെ ജനങ്ങളെ സഹായിക്കുക, ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, കാർഷിക, വ്യാവസായിക, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകൾക്കെല്ലാം കൂടുതൽ കരുത്തും ശക്തിയും നൽകുന്ന ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇവിടെ കേരളത്തിൽ ഉയർന്നു വന്ന ഒരു പ്രശ്നമായിരുന്നു റബ്ബർ കൃഷിക്കാരുടേത്. റബ്ബറിൽ നിന്ന് താങ്ങുവില 160 രൂപയാണ്. സംസ്ഥാന ഗവൺമെൻറ് അത് 180 രൂപയായി താങ്ങുവില വർദ്ധിപ്പിച്ചു. ഇത് റബ്ബർ കൃഷിക്കാർക്ക് തികച്ചും ആശ്വാസകരമായൊരു നടപടിയാണ്. അതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതി, ഭവനരഹിതരില്ലാത്തൊരു കേരളം രൂപപ്പെടുത്താനുള്ള ബൃഹത്തായൊരു പദ്ധതിയാണത്. ആ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെൻറ് നാമം മാത്രമായ സംഖ്യയാണ് അനുവദിക്കുന്നത്. നാമം മാത്രമായ വീടുകൾക്കാണ് സഹായങ്ങൾ. എന്നാൽ കേരളത്തിൽ ഭവനരഹിതർക്ക് മുഴുവൻ വീട് കൊടുക്കാനുള്ള പദ്ധതി പൂർത്തീകരിക്കാൻ ബഡ്ജറ്റിൽ ഒരു കരുതലോടുകൂടി തന്നെ പണം നീക്കിവെച്ചുകൊണ്ട് 1132 കോടി രൂപ നീക്കിവെച്ചുകൊണ്ട് ലൈഫ് മിഷൻ പദ്ധതിയെ കൂടുതൽ ഫലപ്രദമാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മുടക്കം കൂടാതെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായങ്ങളും പദ്ധതികളും ഈ ബഡ്ജറ്റിൽ മുന്നോട്ട് വെച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ശക്തിപ്പെടുത്താൻ, കാലോചിതമായ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുമുള്ള നടപടി സ്വീകരിച്ചു. അതുപോലെ തന്നെ വില നിലവാരം പിടിച്ചു നിർത്താൻ ഫലപ്രദമായ ഇടപെടലാണ് സിവിൽ സപ്ലൈസ് രംഗത്ത് ഗവൺമെൻറ് നയം അംഗീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ കേരളത്തിൻ്റെ സമഗ്ര മേഖലകളിലും ഒരു വികസന കാഴ്ചപ്പാട് കാണാം. വിഭവ സമാഹരണത്തിന് പുഴകളിൽ നിന്നും മണ്ണ് ശേഖരിച്ച് അതുവഴി ധനസമാഹരണം നടത്തുക. കേരളത്തിൽ 21 വർഷത്തേക്കാൾ 21 വർഷത്തേക്കാൾ 23 വർഷത്തിൽ നികുതി കുടിശ്ശിക പിരിച്ചെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 71,000 കോടി രൂപയാണ് നികുതി കുടിശ്ശിക പിരിച്ചെടുത്തത്. മുൻ വർഷത്തേക്കാൾ 24,000 കോടി കൂടുതലാണ്. ഇപ്പോഴൊരു 10-14,000 കോടിയാണ് കുടിശ്ശികയായിട്ടുള്ളത്. ആ കുടിശ്ശിക എന്ന് പറയുന്നത് ഇവിടെ നിലവിലില്ലാത്ത കമ്പനികൾ പിരിച്ചെടുക്കാൻ കഴിയാത്ത കുടിശ്ശികയാണ്. അതെല്ലാം പരിശോധിച്ചുകൊണ്ട് അവയ്ക്ക് പരിഹാരമുണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കുടിശ്ശിക പിരിച്ചെടുക്കുക, വികസന രംഗത്ത് കാര്യക്ഷമമായി പ്രവർത്തിക്കുക, ഭാവി കേരളം രൂപപ്പെടുത്തിയെടുക്കുക. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു ബൃഹത്തായ പദ്ധതിയായിരുന്നു നവകേരള സദസ്സ്. ആ നവകേരള സദസ്സിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ 1000 കോടി രൂപ ഈ ബഡ്ജറ്റിൽ നീക്കിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് 1000 കോടി രൂപ, അത് 140 മണ്ഡലങ്ങളിലെ റീബിൽഡ് കേരള പദ്ധതിക്ക് 1000 കോടി നീക്കിവെച്ചു. അതുവഴി 140 മണ്ഡലങ്ങളിലെയും വികസന പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിയും.
അതുകൊണ്ട് നാനാ മേഖലകളിലുമുള്ള പ്രശ്നങ്ങൾ കണ്ട് എല്ലാ മേഖലകളിലും സ്പർശിച്ച് ഓരോ മേഖലയിലുമുള്ള വിഷയങ്ങളെക്കുറിച്ച് സമഗ്രമായി പഠിച്ച് അവ ഓരോ മേഖലയെയും ശക്തിപ്പെടുത്താനുള്ള ഒരു ഫലപ്രദമായ ജനകീയ ബഡ്ജറ്റാണ്. ജനങ്ങളെ ദ്രോഹിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ ഈ കേരളത്തെ സമഗ്ര വികസനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബഡ്ജറ്റാണ്